ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളെ ദൈവം നൽകുവാൻ പോവുകയാണ്. അപ്പോസ്തോലിക് ക്രൈസ്റ്റ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഞങ്ങൾ നിങ്ങളെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹോ ശതല മോറിഖമസിയാം ധേരിയ റിഖല ബോറോബോ ശന്തല ബറസിയാം ധേരിയ. ഹല്ലേലൂയ. ശലോമോൻ ദൈവത്തിനു വേണ്ടി ഹനനയാഹു ഹോമയാഹു കഴിക്കുമ്പോൾ വചനം പറയുന്നു യഹോവയുടെ തേജസ് അവിടെ വെളിപ്പെട്ടുവെന്ന്. അതുപോലെ ഇന്ന് പകൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ തേജസ് നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. ഇന്ന് പകൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും എല്ലാവരും ചേർന്ന് വളരെ പ്രതീക്ഷയോടെ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവർ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും ശബ്ദമുയർത്തി പാടിടും, യേശു മാത്രം കർത്താവ്. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കു പുകഴ്ചയ്ക്കു യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏഴു വിളക്കി നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻ കച്ചയണിഞ്ഞു കാണുന്നേശുവേ. ഏഴു വിളക്ക് ശബ്ദമുയർത്തി പാടുക. ശോഭപൂർണനാ, മാറത്തു പൊൻ കച്ചയണിഞ്ഞു കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ യേശുവേ. ഓ സ്തുതികൾക്കു പുകഴ്ചയ്ക്കു കരങ്ങളെ ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആരാധന 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 അങ്ങേക്കാരാധന ആരാധന 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 അങ്ങേക്കാ യേശുവേ ആരാധന ദൈവ സാന്നിധ്യം ചലിക്കുന്നു ഓ ആരാധന അങ്ങേക്കാരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹുഡറബസേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളെ ഉയർത്തുന്നു ആമേൻ ഹല്ലേലൂയ ശതലബറഖന്തലമ ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശതുരബഹന്തലബറഖമസുരബഥാലബസിയേ യേശുവിന്റെ സാന്നിധ്യം ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ സാഹചര്യങ്ങളെല്ലാം അസ്തമിച്ചിരിക്കുമ്പോൾ, സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ പ്രാരംഭ നിമിഷത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആമേൻ. ഇല്ലായ്മകളെ മാറ്റുന്ന, ആമേൻ, ഹല്ലേലൂയ, അസാധ്യങ്ങളുടെ നടുവിൽ പുതിയ ആരംഭങ്ങൾ, പുതിയ തുടക്കങ്ങൾ, പുതിയ അധ്യായങ്ങൾ തുറക്കുന്ന യേശുവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ഉയർത്തുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവേ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ, അഭിഷേകത്തോടെ, പൂർണ്ണ ബലത്തോടെ യേശുവിനെ ആരാധിക്കാം. ഇന്ന് പകൽ യേശു നമുക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു, പുതിയ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലോ അവിടെ ലേഖലല്ല, എരിതിയിൽ വീണാലോ അവിടെ ലേഖലല്ല, വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിൽ ഉറപ്പോടെ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നത് യേശുവത്രേ. ഞാനവ കരങ്ങളിലാ നടത്തുന്നത് യേശുവത്രേ. ഞാനവ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവാദിച്ച പരിഹാരം അഭിഷേകത്തോടെ അനുവാദിച്ച പരിഹാരമേരിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടൂ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടൂ. പരീക്ഷ എന്റെ ദൈവമാനുവാദികലാദികലബ്ദേരം. ഓ പരീക്ഷ എന്റെ ദൈവമാനുവാദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലു വലയമണിന്നേ വല്ലവൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലു വലയമണിന്നേ വല്ലവൻ കാത്തിടുമേ. തുണ എനിക്കേശുവേ, കുറവിനിയില്ല. ശബ്ദമുയർത്തി ഓഹോ മനവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മരവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ എന്നും ആശ്വസിപ്പിച്ചിടുവാ. ആകുലവേളകൾ ഹല്ലേലൂയ. ഓഹോ ജീസസ് നാമരികിൽ എന്നും ആശ്വസിപ്പിച്ചിടുവാ. തുണ എനിക്കേശുവേ, കുറവിനിയിൽ നിഴലിൽ മരവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മരവിൽ വസിച്ചിടും ഞാൻ. പക എന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിട് കൃപ മഴ പോ. പക എന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിട് കൃപ മഴ പോ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ.
അനുദിനം താൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനിയില്ല നാം. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമരി പാരിടത്തിൽ. ശരണമവൻ തരും ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമരി പാരിടത്തിൽ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ. യേശുവേ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിലടഞ്ഞവയെല്ലാം പൊരുതുമശിക രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിലടഞ്ഞവയെല്ലാം പൊരുതുമശിക രാജൻ. ഓഹോ യേശുവേ വന്നു വാ, ശബ്ദമുയർത്തി എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാ, ഉടലാചുടബാധവരം ധലവന്തരവന്തരകതേ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവനാം. ഓ രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവനാം. ഓഹോ യേശുവേ വന്നു വാ, വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഓഹോ രാജാവേ വന്നു വാഴണമേ, ഇനി എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അസാധ്യമായതൊന്നുമില്ല, 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 അസാധ്യമായതൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നും യേശുവേ, അസാധ്യമായതൊന്നുമില്ല. ഇല്ല ഇല്ല, അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല ഇല്ല, അസാധ്യമൊന്നും. ചൂടവരം തലവൻ തലവം തലമൗഢി വിരിക തലരകത് ശാലം തലമധുര മൗഢി വിരിക തലമൗഢവരം തലരകത്. എല്ലാവരും
എല്ലാവർക്കും ഒരുമിച്ച് അല്പനിമിഷം യേശുവിനെ ആരാധിക്കാം. ഒരു വലിയ ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രാരംഭ നിമിഷത്തിൽ വെളിപ്പെടുന്നു. ഓരം ശബലം തലവന്ത് ഓരോബലം തുലമൗടിബിരിക ജലരകത് ശാരാധികരം തലമൗടിബിരിക ജലരകതല ചുടബലഹൻ തലരകത്. ഒരുമിച്ച് ശബ്ദമുയർത്തി അഭിഷേകത്തോടെ ഈ പകൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു. പുതിയ തുടക്കങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി, അങ്ങ് ഞങ്ങളുടെ കരുതുന്ന വിധങ്ങൾക്കാർ ഇന്ന് പകൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിനെ നന്ദി പറയുന്നു. യേശുവിനെ ഉയർത്തും. എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഹൃദയങ്ങളെ തുറന്ന് കണ്ണുകളെ അടച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും യേശുവിന് നന്ദി പറയാം. എന്നെ കരുതു എന്നും പുലർത്തു, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയൂ. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ മറവിൽ മറയ്ക്കൂ. എന്നെ കരുതു, എന്നെ കരുതു എന്നും പുലർത്തു, എന്റെ ആവശ്യങ്ങളെല്ലാം അറിയൂ. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ മറവിൽ മറയ്ക്കൂ. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. കരങ്ങളെ ഉയർത്തി മരുഭൂമി യാത്ര ചെയ്യ പ്രത്യാശയോടെ തളരാതെ യേശുവേ ഭൂവിൽ യാത്ര ചെയ്യ പ്രത്യാശയോടെ തളരാതെ മരുഭൂമി യാത്ര ചെയ്യ പ്രത്യാശയോടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വ്യത്യസ്തമാകുന്ന ഇടങ്ങളിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും അവിടെ എല്ലാം വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവ സാന്നിധ്യത്തെ വിട്ട് നമുക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റുകയില്ല. ദൈവ സാന്നിധ്യമാണ് നമ്മെ അനുഗ്രഹിക്കപ്പെട്ട നിലകൾ വഴി നടത്തുവാനിടയിൽ തീരുന്നത്. അതെ, ഈ പ്രഭാതത്തിൽ നമ്മെ അത്ഭുതമായി വഴി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികളിലേക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മീക തുടക്കങ്ങളിലേക്കും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത യാത്രകൾക്കിടയിൽ വ്യത്യസ്തമാകുന്ന മരുഭൂമികളിലൂടെ കടന്നു പോകാറുണ്ട്. വ്യത്യസ്തമാകുന്ന യോർദാനുകളെ ഫേസ് ചെയ്യാറുണ്ട്. അതെ, വ്യത്യസ്തമാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അതിൻ്റെ നടുവിൽ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഒരിക്കലും അവനെ തകർക്കുവാൻ പറ്റുകയില്ല. അവൻ മരുഭൂമികൾക്ക് ഒരിക്കലും അവനെ വാട്ടിക്കളയാൻ പറ്റുകയില്ല. സ്തോത്രം. വെളിപ്പെട്ടു വരുന്ന ഗതശമനയ്ക്ക് അവനെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം ആഴത്തിലുള്ളതാണ്. ദൈവസാന്നിധ്യം അസാധാരണമായ തലത്തിലുള്ളതാണ്. അതെ, ആർക്കും അളക്കുവാൻ കഴിയാത്ത നിലകളിലാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മകന്റെ മേൽ, ഒരു മകളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ ആഴം.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിയും കൊണ്ട് അധ്വാനിക്കുന്നു. അതേ സഹോദരങ്ങളെ, ഓരോ ദിവസത്തിലെ വചനധ്യാനവും ഓരോ ദിവസത്തിലെ പ്രാർത്ഥനയും ദൈവശക്തിയുടെ പുതുക്കത്തിന് ആധാരമായി തീരട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അതെ, ഇന്ന് പ്രഭാതത്തിലെ ഈ സ്തോത്രം വചനധ്യാനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ അസാധാരണമായി മാറ്റങ്ങൾ വെളിപ്പെടുത്തുന്ന ഉറങ്ങിക്കിടക്കുന്ന ആത്മമനുഷ്യനെ ഉണർത്തുന്ന, അതെ, അകത്തെ മനുഷ്യന് ബലം പകരുന്ന, അകത്തെ മനുഷ്യന് ശക്തി പകരുന്ന നിലകളിലുള്ള ആത്മാവിന്റെ പകർച്ചകൾക്ക് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതേ സ്തോത്രം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന താങ്കളെ ഒരു യോർദാനും തകർക്കുവാൻ പറ്റുകയില്ല. സ്തോത്രം, ഒരു മരുഭൂമിക്കും താങ്കളെ വാട്ടിക്കളയുവാൻ പറ്റുകയില്ല. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സകലവിധ യോർദാനുകളുടെ നടുവിൽ നിന്നും, സകലവിധ മരുഭൂമികളുടെ നടുവിൽ നിന്നും, അതെ, പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന പരീക്ഷകളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മെ പുറത്തെടുക്കാൻ പോകുകയാണ്. അതെ, സഭയെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുള്ള ഒരു ആത്മാവിന്റെ വീര്യം, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ പ്രഭാതത്തിൽ ബലം പ്രാപിച്ചെഴുന്നേൽക്കട്ടെ. സ്തോത്രം, ശക്തി പ്രാപിച്ചെഴുന്നേൽക്കട്ടെ. അതെ, മഹത്വത്തോടുകൂടി ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കട്ടെ. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യവും അതിന്റെ 14-ാമത്തെ വാക്യവും സ്തോത്രം നമുക്ക് വായിക്കാം. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം, യേശു ആത്മശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. സുവിശേഷങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. വൈദ്യനായ ലൂക്കോസാണ് ഈ സുവിശേഷം എഴുതിയത്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാകുന്ന നിലകളിലാണ് വൈദ്യനായ ലൂക്കോസ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ ധ്യാന വിഷയമായി നാം ചിന്തിക്കുമ്പോൾ 6 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുക. ഒന്നാമതായി, യേശു പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായി തീർന്നു. രണ്ടാമതായി, യേശു യോർദാൻ വിട്ട് മടങ്ങുവാനിടയായി തീർന്നു. മൂന്നാമതായി, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. നാലാമതായി, ആ മരുഭൂമിയിൽ 40 ദിവസവും സ്തോത്രം പിശാചിനാൽ കർത്താവ് പരീക്ഷിക്കപ്പെടുകയാണ്. അഞ്ചാമതായി, സ്തോത്രം, ആത്മശക്തിയോടെ കർത്താവ് പുറപ്പെടുകയാണ്. ആറാമതായി, ആത്മശക്തിയോടെ പുറപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും പരക്കപ്പെടുകയാണ്. 6 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക. യേശുക്രിസ്തുവിന്റെ അതിശക്തിയോടുകൂടിയ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തൊട്ടു മുമ്പിൽ യേശുക്രിസ്തു അഭിമുഖീകരിച്ച മരുഭൂമി, ആ മരുഭൂമിയിൽ ആത്മാവ് കൂടെയുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുള്ളത് കൊണ്ട് ആ മരുഭൂമിയെ കർത്താവ് ജയിക്കുവാനിടയായി തീർന്നു. അതെ, മരുഭൂമി വാസത്തിന് ശേഷം വെളിപ്പെട്ടു വന്ന സാത്താന്യ തന്ത്രങ്ങൾ, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്ന പോലെ, ജഡമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം, 3 പ്രധാനപ്പെട്ട തന്ത്രങ്ങളിട്ട് സാത്താൻ യേശുക്രിസ്തുവിന്റെ അരികിൽ കടന്നു വരുമ്പോൾ 3 പ്രധാനപ്പെട്ട തന്ത്രങ്ങളെയും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തെ പറഞ്ഞ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ ഉദ്ധരിച്ച് കർത്താവ് സാത്താന്റെ തന്ത്രങ്ങളെ തകർത്ത് പുറത്തു വരികയാണ്. സ്തോത്രം, ഒന്നാമത്തെ മനുഷ്യനായ സ്തോത്രം ആദാം, ഒന്നാമത്തെ ആദാം സ്തോത്രം മണ്ണ് കൊണ്ടുള്ളവൻ സാത്താന്റെ തന്ത്രങ്ങൾക്കകത്ത് വീണുപോയപ്പോൾ വിണ്ണിൽ നിന്ന് വന്ന കർത്താവ് യേശു ക്രിസ്തു സാത്താൻ കൊണ്ടുവന്ന തന്ത്രങ്ങൾക്കകത്ത് വീഴുകയല്ല ചെയ്തത്, അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി ഇതാ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്.
ദൈവരാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്തെടുക്കേണ്ട ദൈവത്തിന്റെ നിർണയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അതുപോലെ പള്ളിയിൽ കടന്നുപോയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് യെശയ്യാ പ്രവാചക പുസ്തകം വായിക്കുവാൻ കിട്ടുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യം കർത്താവ് ഉദ്ധരിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാരുടെ വിടുതലും കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും അതെ കർത്താവിന്റെ സ്വീകാര്യ വർഷം പ്രസ്താവിക്കുവാൻ തന്നെ എന്നെ അയച്ചിരിക്കുന്നു എന്ന വാക്യം കർത്താവ് കാണുകയാണ്. അതെ, സ്തോത്രം. ഒരു മരുഭൂമിക്കകത്ത് പരിശുദ്ധയാത്മാവ് കൂടെയുള്ളത് കൊണ്ട് മരുഭൂമി ഘട്ടങ്ങളെ ജയിക്കുക മാത്രമല്ല, മരുഭൂമി ഘട്ടങ്ങളെ ജയിച്ച് പിശാച് വെളിപ്പെടുത്തിയ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി ആത്മശക്തിയോടെ പുറപ്പെട്ട കർത്താവ് ദൈവരാജ്യത്തിനകത്തുള്ള ദൈവത്തിന്റെ പ്ലാനുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇതാ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എന്തെഴുതിയിരിക്കുന്നുവോ എഴുതിയിരിക്കുന്നതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഇത് ആത്മശക്തിയോടുകൂടി പുറപ്പെടുകയാണ്. യേശു ആത്മശക്തിയോടുകൂടി പുറപ്പെട്ടത് കൊണ്ട് ഒരു പൈശാചിക തന്ത്രങ്ങൾക്ക് കർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഒരു രോഗാത്മാവിനും കർത്താവിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതേ, ദേശങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ദുർശക്തികളും യേശുവിന്റെ മുമ്പിൽ നിന്നതയില്ല. അതേ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ സ്വർഗം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും അതിമഹത്തായ സന്ദേശം എന്ന് പറയുന്നത് ആത്മശക്തിയിൽ പുറപ്പെടട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധയാത്മാവുമായി ബന്ധമുള്ള വ്യക്തിയാണോ താങ്കൾ? അതെ, ആത്മാവുമായി സഹകരിക്കുന്ന വ്യക്തിയാണോ? അതെ, താങ്കളുടെ പുറപ്പാടുകളെല്ലാം ആത്മശക്തിക്കകത്താണോ? അതെ, ആത്മാവിന്റെ നിയോഗത്തിനകത്താണോ താങ്കൾ പുറപ്പെടുന്നത്? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ പുറപ്പാടിനകത്ത് നിങ്ങളോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, നിങ്ങളോടുകൂടെ പരിശുദ്ധയാത്മാവുണ്ടെങ്കിൽ, വെളിപ്പെട്ടു വരുന്ന യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് നിങ്ങൾ തകരപ്പെടുകയില്ല. പ്രത്യുത യോർദാന്റെ മീതെ കൂടെ യോർദാനെ ജയിച്ച കർത്താവിന്റെ കരത്തിൽ ആശ്രയിച്ച് യോർദാനെ പരാജയപ്പെടുത്തിയ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യോർദാന്റെ മീതെ കൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനിടയായി തീരും. സ്തോത്രം. അതേ, പരിശുദ്ധയാത്മാവ് നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരു മരുഭൂമി ഘട്ടത്തിലും നിങ്ങൾ വാടിപ്പോകുകയില്ല. മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്ത് തന്ത്രങ്ങൾ ഇടുവാൻ വരുന്ന, മന്ത്രങ്ങൾ ഇടുവാൻ വരുന്ന സാത്താന്റെ കുതന്ത്രങ്ങൾക്കകത്തും നിങ്ങൾ വീണുപോകുകയില്ല. അതിന്റെ നടുവിൽ ആത്മശക്തിയോടെ പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു സാത്താന്യ തന്ത്രങ്ങൾക്കകത്തും നിങ്ങൾ വീണുപോകുകയില്ലെന്ന് മാത്രമല്ല, ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ക്രമത്തിൽ നിങ്ങൾ ആത്മാവിൽ വർദ്ധിക്കപ്പെടുവാനിടയായി തീരും. അതെ, ഈ ദിവസങ്ങൾ നിങ്ങളുടെ പരാജയമല്ല കാണാൻ പോകുന്നത്, നിങ്ങളുടെ ജയമാണ് കാണാൻ പോകുന്നത്. സ്തോത്രം. ഒരു മരുഭൂമിക്കും ഒരു യോർദാനും സ്തോത്രം ഇരുണ്ട മണ്ഡലങ്ങൾക്കും നിങ്ങളെ പൊളിക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ നിങ്ങൾ അവയെ പൊളിച്ച് ആത്മമണ്ഡലത്തിൽ മുന്നേറുവാൻ പോകുകയാണ്. അതെ, ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജയത്തിന്റെ ദിവസങ്ങളാണ്. അതെ, തിരുവെടുത്ത് പറയുന്നു യേശു പരിശുദ്ധയാത്മാവിനെ നിറഞ്ഞു. അതേ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവിനെ നിറയപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. മലാക്കി പ്രവാചകന് ശേഷം ഏകദേശം 400 സംവത്സരക്കാലം ഇരുണ്ട കാലഘട്ടമായി അറിയപ്പെടുമ്പോൾ പ്രവാചകന്മാരില്ലാത്ത ന്യായാധിപന്മാരില്ലാത്ത പുരോഹിതന്മാരില്ലാത്ത ദൈവശബ്ദം നിലച്ചുപോയി എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടെങ്കിൽ, സ്തോത്രം, കാലഘട്ടത്തിന്റെ ഒടുവിൽ ദൈവത്തിന്റെ നിയോഗപ്രകാരം അഥവാ കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ധൂപം കാട്ടുവാൻ കടന്നു പോകുന്ന ഒരു സെഖരിയ പുരോഹിതന്റെ അരികിലേക്ക് ഇതാ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുകയാണ്. നീണ്ട 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ ദൂതനെ കണ്ടിട്ടില്ല. ഇരുണ്ട കാലഘട്ടത്തിൽ എല്ലാം നിലച്ചുപോയി എന്ന് ലോകം ചിന്തിക്കുമ്പോൾ ഇതാ സ്തോത്രം ദൈവത്തിന്റെ നിർണയപ്രകാരം ആലയത്തിൽ സ്തോത്രം ധൂപം കാട്ടുവാൻ കടന്നുപോയ പുരോഹിതന്റെ അരികിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ഇറങ്ങി നിൽക്കുന്ന ദൂതന് സംസാരിപ്പാനുള്ളത് പ്രാകാരത്തിലിരിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള സന്ദേശമല്ല. പ്രത്യുത ആ പ്രാകാരത്തിലിരിക്കുന്ന ജനത്തിനു വേണ്ടി മധ്യസ്ഥയർപ്പിക്കാൻ കടന്നു വന്ന് പ്രാകാരത്തിൽ കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കാൻ കടന്നു വന്ന് വിശ്വസ്തയോടുകൂടി തന്റെ പരാജയത്തെ മറച്ചുവെച്ച് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ബലഹീനതയെ അവൻ നോക്കാതെ പ്രാകാരത്തിലിരിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരം പൗരോഹിത്യം അർപ്പിക്കാൻ കടന്നു വന്ന സെഖരിയ പുരോഹിതനോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. എന്താ സംസാരിക്കാനുള്ളതെന്നറിയാവോ? സ്തോത്രം. തന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ച് സംസാരിക്കാൻ ആ ദൂതൻ ഇറങ്ങി നിൽക്കുന്നേ. അതേ സഹോദരങ്ങളെ, കഴിഞ്ഞ നീണ്ട
കാലഘട്ടം നിങ്ങൾ ഇരുളിലൂടെ കടന്നുപോയാലും, കഴിഞ്ഞ നീണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും ഒട്ടനവധി വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തങ്ങളുടെ നിവർത്തി പോലും കാണുവാൻ കഴിയാതെ ഇരുണ്ട മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും സ്തോത്രം, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാകയാൽ നിങ്ങളുടെ ഇരുട്ടിന് നിങ്ങളെ പൊളിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ ഇരുട്ടിന് നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള ദൈവിക ദൂതിനെ മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. ഇതാ ഇരുട്ട് മാറി വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ ഇതാ ഇരുളിന്റെ മണ്ഡലങ്ങൾ പൊളിഞ്ഞു മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിച്ചങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ദൈവിക നിർണയങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. അതേ സ്തോത്രം, നിങ്ങൾ കണ്ടു ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുളിനെ പൊളിച്ചു മാറ്റുന്ന ദിവ്യമാകുന്ന പ്രകാശത്തിന്റെ ഉറവിടം ഈ ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ഇടപെടലിലേക്ക്, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തികളിലേക്ക് പരിശുദ്ധയാത്മാവ് നിങ്ങളെ നയിക്കുവാൻ പോകുകയാണ്. കാലഘട്ടങ്ങൾ മുഴുവനും ഇരുളിനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും സഖരിയാവിന് പറയാനുള്ളത് ഇരുളല്ല, പ്രാകാരത്തിലിരിക്കുന്ന ജനത്തെ കുറിച്ച് ദൈവത്തോട് സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന സഖരിയാവിന്റെ അരികിൽ സഖരിയാവ് കേൾക്കുന്ന ശബ്ദം, സഖരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, നീണ്ട 400 വർഷം ഇരുട്ട് വ്യാപരിച്ചാലും സ്തോത്രം, 400 വർഷത്തെ ഇരുട്ടിനെ മറക്കത്തക്ക ക്രമത്തിൽ ഇതാ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുകയാണ്. അതെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ നീണ്ട കാലഘട്ടത്തിലെ നിന്റെ പരാജയങ്ങളെ മറക്കത്തക്ക ക്രമത്തിൽ, കഴിഞ്ഞ സ്തോത്രം നീണ്ട കാലഘട്ടത്തിലെ നിന്റെ നഷ്ടങ്ങളെ മറക്കത്തക്ക ക്രമത്തിൽ ഒരു ദൈവത്തിന്റെ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇതാ ചിലതിനെ മറക്കത്തക്ക ക്രമത്തിൽ ഒരു സൃഷ്ടിപ്പിന്റെ ശബ്ദം വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ സഖരിയാവിന്റെ അരികിൽ ഇറങ്ങി നിൽക്കുകയാണ്. എന്താ സഖരിയാവിന് പറയാനുള്ളതെന്നറിയാവോ? ഏതാ മറുപടി എന്ന് അറിയാവോ? സ്തോത്രം, മറുപടി ചെറുതല്ല, ഈ ഒരു കാലഘട്ടത്തെ മാറ്റിമറിക്കുന്ന മറുപടിയായിരുന്നു. 400 വർഷം ഇരുള് വ്യാപരിച്ചുവെങ്കിലും നീണ്ട കാലഘട്ടം സ്തോത്രം ഇരുട്ടിൽ കിടക്കുന്ന വർഷങ്ങൾ കൊണ്ട്, കാലഘട്ടങ്ങൾ കൊണ്ട് ഇരുട്ടിൽ കിടക്കുന്ന മാനവരാശിയെ പ്രകാശിപ്പിക്കപ്പെടുവാൻ പോകുന്ന മാനവരാശിയെ പ്രകാശിപ്പിക്കാനുള്ള സത്യവെളിച്ചമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ വഴിയൊരുക്കുവാൻ കടന്നു വരുന്ന സ്തോത്രം ദിവ്യ ശബ്ദമാണ് ഇതാ സഖരിയാവിൽ നിന്നും പുറപ്പെടാനുള്ള ഒരു യോഹന്നാൻ എന്ന് പറഞ്ഞ ദിവ്യമായ ദൈവത്തിന്റെ അരുളപ്പാടും വഹിച്ചുകൊണ്ട് സഖരിയാവ് വന്ന് നിൽക്കുന്നേ. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, ഇത് ചെറിയ ജനനമല്ല, ഇതൊരു വലിയ ജനനമാണ്. ഇത് നീണ്ട കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങൾ മുഴുവനും നിലനിൽക്കുന്ന ജനനമാണ്. അതേ സ്തോത്രം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളൊന്നും വെളിപ്പെട്ടു വരാനുള്ള, നിങ്ങളൊന്നും പുറപ്പെടാനുള്ള ജനനത്തെ മറച്ചു പിടിക്കുന്ന ഏതെങ്കിലും ഇരുളുകൾ നിങ്ങളുടെ ഭവനത്തിലാകട്ടെ, നിങ്ങളുടെ സ്തോത്രം വ്യക്തി ജീവിതങ്ങളിലാകട്ടെ, മറപിടിക്കുന്ന ഏതെങ്കിലും ഇരുളുകൾ ആധിപത്യം പുലർത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവിന് പറയാനുള്ളത് ഇതാ മറകളെ നീക്കി ചില ആത്മാവിന്റെ ജനനങ്ങളെ നിന്റെ കുടുംബത്തിനകത്തേക്ക്, അതേ നിന്നിലേക്ക് വെളിപ്പെടുത്താൻ ഈ പ്രഭാതത്തിൽ ദൈവം തന്റെ ശബ്ദത്തെ അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനിക്കപ്പെടാനുള്ള പല ആത്മീക ജനനങ്ങളും നിന്നും മറപിടിച്ചു മാറിപ്പോയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, മറകളെ നീക്കി ചില ജനനങ്ങളെ നിന്റെ കുടുംബത്തിന്റെ ഏകത്തളങ്ങളിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിനകത്തേക്ക്, ന്യായിരിക്കുന്ന ജീവിത സാഹചര്യത്തിനകത്തേക്ക് ആത്മാവിനാൽ ജനിക്കപ്പെടാൻ പോകുകയാണ്. അതേ പരിശുദ്ധയാത്മാവ് പറയുകയാണ്, മനുഷ്യന്റെ കണ്ണിൽ ആശ്ചര്യമാകത്തക്ക നിലകളിലുള്ള ചില ആത്മാവിന്റെ ജനനങ്ങളെ പരിശുദ്ധയാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിലേക്ക് കൈമാറാൻ പോകുകയാണ്. സ്തോത്രം, ഇതാ ദൈവത്തിന്റെ ശബ്ദത്തിന് നടുവിൽ ഒരു യോഹന്നാൻ പുറത്തു വരികയാണ്. ലോകം മുഴുവനും പ്രകാശിപ്പിക്കാനുള്ള സത്യവെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുന്ന, ലോകം മുഴുവനും പ്രകാശിപ്പിക്കാനുള്ള സത്യവെളിച്ചമായിരിക്കുന്ന, മഹാവെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ ദിവ്യ ശബ്ദവും വഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ പോയി കടന്ന് ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. ഇതാ ദൈവരാജ്യം പ്രസംഗിക്കുന്ന യോഹന്നാൻ മാനസാന്തര സ്നാനം നടത്തുന്നു. ഒരു ദിവസം മാനസാന്തര സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്തിനാ? സകലം നീതി നിവർത്തീകരിക്കപ്പെടുവാൻ, എന്തിനാ? സ്നാനപ്പെടുവാൻ. സ്തോത്രം, യേശു യോഹന്നാന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാന്റെ അരികിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ യോഹന്നാൻ കാണുന്ന മാത്രമേ തന്നെ യോഹന്നാൻ പറയുകയാണ്, ഇല്ല ഗുരു, അങ്ങയാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. സ്തോത്രം, കർത്താവ് പറയുകയാണ്, ഇല്ല
ഇല്ല യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതമല്ലോ എന്ന് പറഞ്ഞ് ഇതാ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയാണ്, യോർദാനിൽ സ്നാനമേൽക്കുകയാണ്. തിരുവെടുത്ത് പറയുന്നു, ആമേൻ, സ്നാനമേൽക്കുന്ന മാത്രയിൽ പരിശുദ്ധയാത്മാവിത പ്രാപന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ ആവസിക്കപ്പെടുകയാണ്. ആവസിക്കപ്പെടുമ്പോൾ തന്നെ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തു നിന്നും ഒരു ശബ്ദം വെളിപ്പെടുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, ലോകത്തിന് വെളിച്ചം പകരാനുള്ള, ലോകത്തിന് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താനുള്ള, അതേ സ്തോത്രം, ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യനെ ദിവ്യമായ വെളിച്ചത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്തോത്രം, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ഏക വഴിയായിരിക്കുന്ന, ഏക സത്യമായിരിക്കുന്ന, നിത്യജീവൻ പകരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ സ്വർഗം സാക്ഷ്യം പറഞ്ഞു. ഇതാ സ്തോത്രം, യേശു സ്നാനപ്പെടുമ്പോൾ സ്വർഗം സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, സ്നാനം, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം കഴിഞ്ഞ് പരിശുദ്ധയാത്മാവ് പറയുന്നു, യേശു യോർദാൻ വിട്ട് മടങ്ങുകയാണ്. യോർദാൻ എന്ന് പറയുന്ന വിഷയം ചെറുതല്ല, യോർദാൻ എന്ന വിഷയം വലുതാണ്. കാരണം പഴയ നിയമം ഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പലർക്കും പലരുടെയും പരാജയങ്ങൾക്ക് കാരണമായി തീർന്ന യോർദാൻ, പലരും തളർന്നുപോയ യോർദാൻ, പലരും കുഴഞ്ഞുപോയ യോർദാൻ, ഇതാ യേശു യോർദാൻ വിട്ട് മടങ്ങുകയാണ്. ഈ പ്രഭാതത്തിൽ യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സകല യോർദാനിൽ നിന്നും നീ വിട്ടുപിരിയാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ കൊണ്ടുവരുന്ന യോർദാനെയും നിന്നെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രാഥമിക നിമിഷങ്ങളിൽ തന്നെ, ഈ ഓൺലൈനിലൂടെ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് അതിന്റെ മഹത്വം വ്യാപരിക്കുകയാണ്, അതിന്റെ ദിവ്യ ശക്തി വെളിപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുക, സ്വീകരിക്കുക. ആമേൻ. സ്തോത്രം. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം പരിശോധിച്ചാൽ 3-ാം അധ്യായം, ആമേൻ, അതിന്റെ 4-ാമത്തെ വാക്യം പരിശോധിച്ചാൽ, ആമേൻ, സ്തോത്രം, യോർദാനെ കുറിച്ച് വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത പരിശുദ്ധയാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പുറപ്പാട് ലഭിച്ച, പുറപ്പെടാൻ ദൈവിക നിയോഗം ലഭിച്ച ഒരു കൂട്ടത്തെ തടയത്തക്ക നിലകളിൽ, അവരുടെ പുറപ്പാടിനെ ബ്രേക്കാക്കത്തക്ക നിലകളിൽ ഇതാ യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. സ്തോത്രം. ആമേൻ. യോർദാൻ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പുറപ്പെടേണ്ട കാലമാകുമ്പോൾ, പുറപ്പെടേണ്ട സീസണായപ്പോൾ ദൈവം യോശുവയോടുകൂടി ഇടപെടുകയാണ്. സ്തോത്രം. ആമേൻ. നീ അതിരാവിലെ എഴുന്നേൽക്കണം. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ ശേഷം യോർദാന്റെ കരയിൽ കടന്നു വരണം. മറുകര കടക്കുന്നതിന് മുമ്പ് യോർദാൻ കരയിൽ 3 ദിവസം താമസിക്കണം. 3 ദിവസം നിങ്ങൾ താമസിക്കുമ്പോൾ പുരോഹിതന്മാരായിരിക്കുന്ന, ലേവ്യ ഗോത്രത്തിലെ പുരോഹിതന്മാരായിരിക്കുന്ന പുരോഹിതന്മാർ നിയമപ്പെട്ടകവും ചുമന്നുകൊണ്ട് അവർ അതുവഴി കടന്നു വരുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കണം. നിങ്ങൾ അവരെ അനുഗമിക്കണമെന്ന് പറയുന്ന ദൈവം, ആമേൻ, സ്തോത്രം, ആമേൻ, ജനത്തോട് പറയുകയാണ്, യോശുവയോട് കൂടി പറയുകയാണ്, 2000 മുഴം അകലമുണ്ടായിരിക്കണം. സ്തോത്രം. എന്തിനാ അവരെ അനുഗമിക്കാൻ പറഞ്ഞേ? തിരുവെടുത്ത് പറയുന്നു, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന വഴി നിങ്ങൾ തിരിച്ചറിയും. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? വെളിപ്പെട്ട യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് പുറപ്പെടാൻ നിയോഗമുള്ള, ഇതാ ഇപ്പോൾ പുറപ്പെടാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ വിളിയുള്ള, ഇതാ വരുന്ന മണിക്കൂറുകളിൽ പുറപ്പാടുണ്ട് എന്ന് പറഞ്ഞ്, ആമേൻ, സ്തോത്രം, ദിവസങ്ങൾ കാത്ത്, മണിക്കൂറുകൾ കാത്ത് ദൈവത്തിന്റെ ശബ്ദം വഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു തലമുറയുടെ പുറപ്പാടിന്റെ വഴികളെ യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് അടയപ്പെട്ടിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അവർക്ക് പുറപ്പെടുവാൻ യാതൊരു വഴിയുമില്ലാതെ സ്റ്റക്കാക്കപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗം പറയുകയാണ്, ആമേൻ, നിയമപ്പെട്ടകവും ചുമന്നുകൊണ്ട് പുരോഹിതന്മാരെ ഞാൻ അയക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ആമേൻ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന പുരോഹിതന്മാരെയും അനുഗമിക്കണം. സ്തോത്രം. അനുഗമിക്കുമ്പോൾ ആമേൻ നിങ്ങൾ പോകേണ്ടെന്നുള്ള വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവിനെ ഞാൻ പ്രവചിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വന്ന യോർദാന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നിങ്ങളുടെ പുറപ്പാടിന്റെ വഴികൾ മുഴുവനും അടയപ്പെട്ട് കാത്തിരിക്കുന്നുവോ? സ്തോത്രം. ഇനി ഒരു വഴി തുറക്കുമോ എന്ന് ചിന്തിച്ച്, ഇനി അടുത്തൊരു വഴി എനിക്ക് വേണ്ടി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച്, അതെ, ഇനിയൊരു ഡോർ എനിക്ക് വേണ്ടി തുറക്കുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുക, ആമേൻ, സ്തോത്രം, ആത്മസാന്നിധ്യവുമായി നിങ്ങൾ കണക്ട് ആക്കപ്പെട്ടാൽ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവുമായി നിങ്ങൾ കണക്ട് ആക്കപ്പെടുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് തകർന്നുപോയ നിങ്ങളുടെ വഴികൾ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ആക്കുവാൻ പോകുകയാണ്. അതെ, കുത്തൊഴുകി
ഒഴുകിക്കൊണ്ടിരിക്കുന്ന തകർച്ചയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാന്റെ മീതെ കൂടെ, അതെ, പ്രതിസന്ധികളുടെ മീതെ കൂടെ നിങ്ങളെ സ്റ്റെപ്പ് വയ്പ്പിക്കുമാറ് ഇതാ ഒരു പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം, ഇതാ ആത്മാവിന്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് ഇതാ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തകർച്ചയല്ല, നിങ്ങളെ തകർത്ത യോർദാന്റെ സ്തോത്രം കാൽ കീഴാക്കുന്ന ക്രമത്തിൽ ഇതാ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. യോർദാനെ കാൽ കീഴാക്കി നിങ്ങൾ പുറപ്പെടാൻ പോകുകയാണ്. ചില വല്ലാത്ത ഒഴുക്കുകൾ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. ചില നഷ്ടങ്ങളെ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സകലവിധ നെഗറ്റീവ് കുത്തൊഴുക്കുകളെയും പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം ക്യാൻസൽ ചെയ്ത് ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങളെ നടത്താൻ പോകുകയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-5 4-ാമത്തെ വാക്യം അടുത്ത ഭാഗങ്ങളിൽ പരിശോധിക്കുമ്പോൾ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, ആ വഴിയിലൂടെ നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലല്ലോ. അർത്ഥം, ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ആത്മസാന്നിധ്യവുമായി നിങ്ങൾ സഹകരിക്കുന്നുവെങ്കിൽ, ദൈവ സാന്നിധ്യവുമായി നിങ്ങൾ കണക്ട് ആക്കപ്പെടുന്നുവെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ വഴി അടഞ്ഞു പോയതിരിക്കട്ടെ, സ്വർഗം ഇന്നലകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴിയിലൂടെ നടത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആർക്കൊക്കെ വേണ്ടി ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നിങ്ങൾ കടന്നുപോയിട്ടില്ലാത്ത ഒരു പുതിയ പാതയിലൂടെ സ്വർഗം നിങ്ങളെ നടത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു ആത്മ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധയാത്മാവ് ചിലതിനെ വിളിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്ന മാത്രയിൽ ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആ ദൈവശക്തിയുടെ പകർച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ചലിക്കാൻ പോകുകയാണ്. അടഞ്ഞ വഴികൾ തുറക്കാൻ പോകുകയാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ വാതിലുകൾ, പുതിയ വഴികൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. യോശുവയോട് ദൈവം പറയുകയാണ്, ആ വഴിയെ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത വഴികളെ കാണിപ്പിക്കുന്നവനാണ് ദൈവം. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത വഴികളിലൂടെ നടത്തുമാറാക്കുന്നവനാണ് ദൈവം. ബ്രദർ, സ്തോത്രം, ഇനി സ്തോത്രം നിങ്ങൾക്ക് മുമ്പിൽ ഒരു വഴി ഇല്ലാതിരിക്കുമ്പോൾ, സിസ്റ്റർ, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ഇനി ഒരു ഡോറ് തുറക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് ഇടപെടുന്നത് സ്തോത്രം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികളെ കാണിപ്പിക്കുന്നവനാണ് ദൈവം. ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഈ പ്രഭാതത്തിൽ ആ സന്ദേശത്തിലൂടെ പരിശുദ്ധയാത്മാവിന്റെ മഹത്വം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇതാ ചലിക്കാൻ പോകുകയാണ്. സ്തോത്രം. രണ്ടാമതായി യോർദാന്റെ പ്രത്യേകത, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, കൊയ്ത്തുകാലം എത്തുമ്പോഴൊക്കെയും ഈ യോർദാൻ കരകവിഞ്ഞൊഴുകുവാനിടയായി തീരും. അതെ, ഈ ദിവസങ്ങളിൽ സ്തോത്രം നിന്റെ കൊയ്ത്തിന്റെ സീസൺ എടുത്തപ്പോൾ, നിന്റെ കരങ്ങളിലേക്ക് നന്മ കടന്നു വരാൻ സമയമെടുത്തപ്പോൾ, അതെ, നീ ചിലത് പ്രാപിക്കാൻ സമയമെടുത്തപ്പോൾ, നിന്റെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ കഴിയാതെ വണ്ണം കൊയ്ത്തിനെ മുഴുവനും തകർത്ത യോർദാൻ, നിന്റെ നന്മകളെ മുഴുവനും തകർത്ത യോർദാൻ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ആശീർവാദങ്ങളെ മുഴുവനും തകർത്ത് കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ, ഇന്ന് പ്രഭാതത്തിൽ യോർദാന്റെ സ്തോത്രം ചലനം നിലയ്ക്കാൻ പോകുകയാണ്. യോർദാന്റെ നടുവിലൂടെ നീ സഞ്ചരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ യോർദാൻ നിന്നെ പരാജയപ്പെടുത്തുകയല്ല, നീ യോർദാനെ കീഴ്പ്പെടുത്തി ഇതാ ദൈവത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഒന്നാമതായി തിരുവെടുത്ത് പറയുന്നു, അവരുടെ പുറപ്പാടിന്റെ വഴികളെ അടച്ച് യോർദാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2, സ്തോത്രം, അവരുടെ കൊയ്ത്ത് കാലം എത്തുമ്പോഴൊക്കെയും അവരുടെ സകലവിധ കൊയ്ത്തിനെ തകർത്തുകൊണ്ട് യോർദാൻ ഒഴുകുകയാണ്. സ്തോത്രം. എന്താ ഇതിന് പരിഹാരം? സ്തോത്രം, പരിഹാരം സ്വർഗം പറഞ്ഞ എന്നറിയാവോ? യഹോവയുടെ പട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും യഹോവയുടെ നിയമപ്പെട്ടകവും കടന്നു വരട്ടെ. യഹോവയുടെ നിയമപ്പെട്ടകവും യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേൾക്കണം. മഹത്വം പുരോഹിതന്റെ മേലല്ല, മഹത്വം പെട്ടകത്തിനകത്താണ്. പെട്ടകത്തിനകത്ത്
വ്യാപരിക്കുന്ന മഹത്വം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ മേലും ദാ വ്യാപരിക്കുകയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, കേൾക്കണമേ. ആമേൻ. മഹത്വം പുരോഹിതന്റെ മേലല്ല, മഹത്വം പുരോഹിതൻ വഹിക്കുന്ന പെട്ടകത്തിന്റെ മേലാണ്. അങ്ങനെയെങ്കിൽ പെട്ടകം, സ്തോത്രം, പെട്ടകത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അസാധാരണമായ തലത്തിലുള്ളതാകയാൽ ആ പെട്ടകവും ചുമന്നുകൊണ്ട് ആമേൻ സ്തോത്രം മഹാപുരോഹിതന്മാർ യോർദാനിലേക്ക് എപ്പോഴാണോ കാലുകൾ വെക്കുന്നത് ആ നിമിഷം തന്നെ തിരുവെടുത്ത് പറയുന്നു, യോർദാന്റെ കുത്തൊഴുക്ക് നിന്ന് യോർദാൻ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ഓ സ്തോത്രം, ഇതാ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ ആമേൻ സ്തോത്രം പുറപ്പാടുകളുടെ വഴികളെ തകർത്ത് ആമേൻ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ തള്ളിക്കേറിയ ആമേൻ സ്തോത്രം ഈ യോർദാൻ സ്തോത്രം കൊയ്ത്തുകളെ നഷ്ടപ്പെടുത്തിയ യോർദാൻ എപ്പോഴാണോ സാന്നിധ്യമുള്ള പെട്ടകം, യഹോവയുടെ ആമേൻ സ്തോത്രം പെട്ടകവും അത് വഹിക്കുന്ന പുരോഹിതന്മാരും കടന്നു വന്ന് പെട്ടകത്തെ വഹിച്ചുകൊണ്ട് യോർദാന്റെ മേൽ കാലുകൾ വെക്കുന്നത് ആ നിമിഷം തന്നെ യോർദാന്റെ ഒഴുക്ക് നിലച്ചെങ്കിൽ ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകമായി എന്നെ നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുകയാൽ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം, ആ പെട്ടകത്തിനകത്ത് പഴയ നിയമത്തിൽ പെട്ടകത്തെ വ്യത്യസ്തമാക്കിയത് പെട്ടകത്തിനകത്ത് വ്യാപരിച്ച ദൈവ സാന്നിധ്യമാണെങ്കിൽ, പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമാണെങ്കിൽ, അതെ പുതിയ നിയമത്തിൽ എന്നെയും നിങ്ങളെയും വ്യത്യസ്തനാക്കുന്നത് എന്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവാണ്. ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്, പരിശുദ്ധയാത്മാവ് പുതിയ നിയമ പെട്ടകമായിരിക്കുന്ന എന്നിലും നിങ്ങളും വ്യാപരിച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ ചില യോർദാനുകൾ നിലയ്ക്കാൻ പോകുകയാണ്. തിരിച്ചറിയുക സഹോദരങ്ങളെ, പുതിയ നിയമത്തിന്റെ പെട്ടകങ്ങളായിരിക്കുന്ന ദൈവം വസിക്കാൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മന്ദിരങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും വിശ്വാസത്തോടെ ആത്മസാന്നിധ്യത്തിൽ ഇന്ന് പകൽ യോർദാനെ ചവിട്ടാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം ചിലത് തുറന്നു വരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ അടഞ്ഞുപോയ ചില വഴികളെ സ്വർഗം തുറന്നു തരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കൊയ്ത്തുകൾ സ്വർഗം മടക്കി തരാൻ പോകുകയാണ്. അത് ഇന്ന് പ്രഭാതത്തിൽ ചില യോർദാന്റെ ഒഴുക്കുകളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ. അതെ, ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം യോർദാനെ തകർക്കുന്ന ഒരു അഭിഷേകം പുതിയ നിയമ പെട്ടകമായിരിക്കുന്ന എന്നിലും നിങ്ങളും വ്യാപരിക്കുന്നുണ്ട് ബ്രദർ. ഇന്ന് പ്രഭാതം തിരിച്ചറിയുക, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം ഇന്ന് പകലൊന്ന് ജ്വലിക്കപ്പെട്ടാൽ, അതെ നിങ്ങൾ പരിശുദ്ധയാത്മാവിനെ നിറയപ്പെടുന്നുവെങ്കിൽ, ആമേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ പരിശുദ്ധയാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായിരിക്കാം, ആത്മാവിനാൽ നിറഞ്ഞ് കവിഞ്ഞ വ്യക്തിയായിരിക്കാം. പക്ഷേ എവിടെയൊക്കെയോ ആമേ സ്തോത്രം സ്തോത്രം ആമേൻ അഭിഷേകം നഷ്ടപ്പെട്ടതുപോലെ എവിടെയൊക്കെയോ പരിശുദ്ധയാത്മാവ് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ, ആത്മസാന്നിധ്യം ഇല്ലാത്ത അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് യോർദാൻ തള്ളിക്കേറുന്നത്. ആത്മാവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് യോർദാൻ കാമേൻ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നത്. ആത്മസാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ആത്മസാന്നിധ്യം നിങ്ങളിലുണ്ടെങ്കിൽ, അത് പരിശുദ്ധയാത്മാവുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ, ആമേൻ ഒന്നുകൂടി പറഞ്ഞാൽ ആമേൻ ദൈവാത്മാവ് വസിക്കുന്ന പെട്ടകമായി, ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി നിങ്ങൾ തുടരുന്നുവെങ്കിൽ, തുടരുന്ന കാലത്തോളം നിങ്ങളെ തൊടുവാൻ യോർദാനും കഴിയുകയില്ല. യോർദാൻ വന്നെന്ന് വരാം, പക്ഷേ യോർദാനും നിങ്ങൾ യാതൊരു കാര്യവുമില്ല. ഇന്ന് പ്രഭാതത്തെ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനാൽ ഈ പ്രഭാതത്തിൽ നിറയുക. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ സ്വീകരിച്ച് ആമേ വചനത്തിന്റെ ശക്തിയെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ബിസിനസ്സിൽ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ പുറപ്പെടലിന്റെ വഴികളെ തടഞ്ഞ്, നിങ്ങളുടെ വിദേശ യാത്രകളുടെ വാതിലുകളെ അടച്ച്, അത് ബിസിനസിന്റെ ഡോറുകളെ അടച്ച്, കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സകലവിധ യോർദാനുകളെയും ഇന്ന് പ്രഭാതത്തിൽ ആത്മനിറവിൽ ആമേ ചിലതിനെ ചവിട്ടി യേശുവിന്റെ നാമത്തിൽ ജയാളിയായി പുറത്തു വരാൻ പോകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ജയത്തിന്റെ ദിവസമാണ്. ഈ മണിക്കൂറുകൾ നിങ്ങളെ ജയത്തിന്റെ മണിക്കൂറുകളാണ്. ആത്മാവ് നിങ്ങളെ ജയാളികളാക്കി പുറത്തു കൊണ്ടുവരുന്ന മണിക്കൂറുകളാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം, ഈ പ്രഭാതം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ചിലത് ക്യാൻസൽ ആകാൻ പോകുകയാണ്. ആത്മാവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാണ്. വേദപുസ്തകത്തിൽ പിന്നെയും പരിശോധിച്ചാൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ, ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം.
ഏലിയാവിൽ നിന്നും ആമേ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തിന് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ ബേഥേൽ താണ്ടി, സ്തോത്രം, യെരിഹോം താണ്ടി അടുത്ത് പിന്നെയും തന്റെ ജീവിതത്തിൽ നിന്നും അഭിമുഖീകരിക്കേണ്ട ഒരു യോർദാൻ വെളിപ്പെടുകയാണ്. പ്രവാചകന്മാർ രണ്ടുപേരും കൂടി പുറപ്പെടുകയാണ്. യോർദാന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. യോർദാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കണമേ, ഒരു അഭിഷേകത്തിന്റെ ആമേ പകർച്ചയ്ക്ക് തടസ്സമായി, ഒരു ഇരട്ടിപ്പങ്കിന്റെ അനുഭവത്തിന് തടസ്സമായി, ആമേ സ്തോത്രം, അത് പ്രാപിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അതിനെ തടയത്തക്ക ക്രമത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ പുറപ്പാടിന്റെ വഴി അടച്ചുവെങ്കിൽ, നിങ്ങളുടെ കൊയ്ത്തിനെ തടഞ്ഞുവെങ്കിൽ, അതേ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട അല്പ പകർച്ചകളെ ഇന്നും തടയുന്ന ക്രമത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവിനെ പ്രാപിക്കുക. ഈ പ്രഭാതത്തിൽ ആത്മാവുമായി കണക്റ്റാക്കപ്പെടുക. അതെ, ഈ പ്രഭാതത്തിൽ സാന്നിധ്യവുമായി കണക്റ്റാക്കപ്പെടുക. ചിലത് പൊട്ടുന്ന പ്രഭാതമാണ്, ചിലത് തകരുന്ന പ്രഭാതമാണ്. ഈ പ്രഭാതം ദൈവം നിന്നെ പുറത്തെടുക്കുന്ന പ്രഭാതമാണ്. നിന്റെ തകർച്ചകളെ ക്യാൻസൽ ചെയ്ത്, നിന്റെ പരാജയത്തിന്റെ പിന്നിലുള്ള കാരണങ്ങളെ ദൂരീകരിച്ച് നിന്നെ ജയത്തിലേക്ക് പുറത്തു കൊണ്ടുവരുന്ന പ്രഭാതമാണ്. അതെ, യേശു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുവാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ചില യോർദാനുകൾ നിന്റെ കുടുംബം വിട്ട് അകന്നു പോകുന്ന പ്രഭാതമാണ്. ചില യോർദാനുകൾ നിന്റെ കുഞ്ഞിന്റെ മുന്നോട്ടുള്ള ഭാവിക്കെതിരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാനുകൾ സ്തോത്രം നിലയ്ക്കുന്ന പ്രഭാതമാണ്. ചിലർ അതിന്റെ മീതെ കൂടെ ഇന്ന് ഓവർകം ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ സ്തോത്രം ചിലതിനെ ചാടിക്കടക്കുന്ന ദിവസങ്ങളാണ്. തിരുവെടുത്ത് പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും എന്ന വചനം വിശ്വസിച്ച്, എന്ന വചനത്തെ ഉറപ്പിച്ച് പുറപ്പെടുക. യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു ദൂരയാത്ര കഴിയുവാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതാ നീ കണ്ടിട്ടില്ലാത്തൊരു പുതുവഴി ദൈവം തുറക്കുകയാണ്. നീ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു പുതുവഴിയിലൂടെ ദൈവം നടത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ കണ്ടിട്ടില്ലാത്തൊരു കൊയ്ത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. അതെ, നീ കണ്ടിട്ടില്ലാത്ത ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. കാരണം നിന്റെ മുമ്പിൽ അഭിഷേകത്തെ തടഞ്ഞ്, നിന്റെ മുമ്പിൽ പുറപ്പാടിന്റെ വഴികളെ തടഞ്ഞ്, നിന്റെ മുമ്പിൽ സ്തോത്രം കൊയ്ത്തിനെ തടഞ്ഞ, സ്തോത്രം അനുഗ്രഹത്തെ തടഞ്ഞ്, സകലവിധ യോർദാനുകളെയും സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്ത് നിന്നെ ഒരു പുതിയ തലത്തിലേക്ക് നടത്താൻ പോകുകയാണ്. അതെ, യേശു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുവാനിടയായി തീർന്നു. രണ്ടാമതായി തിരുവെഴുത്ത് പറയുന്നു, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും, ഞാൻ വ്യത്യസ്തമാകുന്ന മരുഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരുഭൂമിയുടെ ഏകാന്തതകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. മരുഭൂമിയുടെ അനുഭവം അത്ര ഈസി അല്ല. മരുഭൂമിയിൽ സ്തോത്രം ഒറ്റപ്പെടലുകളാണ്. മരുഭൂമിയിൽ കൊടും ചൂടാണ്. സ്തോത്രം, മരുഭൂമിയിൽ ദാഹജലം ലഭിക്കാത്ത അവസ്ഥയാണ്. അതേ, മരുഭൂമിയിൽ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുണ്ട്. സ്തോത്രം, അതേ മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം സഹോദരങ്ങളെ, നിങ്ങൾ മരുഭൂമിയുടെ ഏകാന്തതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, മരുഭൂമിയുടെ ഒറ്റപ്പെടലിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ മരുഭൂമി നിങ്ങളെ വാട്ടിക്കളയില്ല. മരുഭൂമിയിൽ വെളിപ്പെടുന്ന വെയിലിന് നിങ്ങളെ വാട്ടുവാൻ കഴിയത്തില്ല. മരുഭൂമിയിൽ വെളിപ്പെടുന്ന വെയിലിന് നിങ്ങളെ കോട്ടുവാൻ കഴിയത്തില്ല. മരുഭൂമിയിൽ വെളിപ്പെടുന്ന വെയിലിന് നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. മരുഭൂമിയിൽ നിങ്ങൾ ആത്മശക്തിയിൽ വർദ്ധിച്ച് ഇതുവരെ കയറിയിട്ടില്ലാത്ത ആത്മീക മണ്ഡലങ്ങളിലേക്കും ഇതുവരെ നിങ്ങൾ ഓടിയിട്ടില്ലാത്ത ആത്മാവിന്റെ സ്പീഡിലും നിങ്ങൾ ഓടുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധയാത്മാവ് നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ ഇതുവരെ നിങ്ങൾ ഓടിയിട്ടില്ലാത്ത സ്പീഡിൽ, ഇതുവരെ നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത സ്പീഡിൽ, അതെ ഇതുവരെ നിങ്ങൾ പുറപ്പെട്ടിട്ടില്ലാത്ത നീണ്ട പുറപ്പാടുകൾക്ക് വേണ്ടി സ്വർഗം നിങ്ങളെ മരുഭൂമിയിൽ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധയാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. കേൾക്കണം, 40 ദിവസം കർത്താവ് ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. 40 ദിവസവും പിശാചിനാൽ യേശു പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവ കഴിഞ്ഞപ്പോൾ തിരുവെടുത്ത് പറയുന്നു, യേശുവിനെ ഇതാ വിശക്കുകയാണ്. വിശന്ന യേശുവിന്റെ അരികിലേക്ക് ഇതാ പിശാച് കടന്നു വരികയാണ്. സ്തോത്രം, ഇത് ദൈവത്തിന്റെ മൊത്തം പദ്ധതികൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതാ രണ്ടാം
നാലാമത്തെ വട്ടം ഒരേ തന്ത്രം ഉപയോഗിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ കോട്ടിക്കളയുവാൻ, ദൈവത്തിന്റെ പദ്ധതികളെ തകർത്ത് കളയുവാൻ ലൂസിഫർ കടന്നു വരികയാണ്. സ്തോത്രം. ഒന്നാമതായി തിരുവെടുത്ത് പറയുന്നു, ഏദനിൽ ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാൽ ഏദനിൽ ആദാമിന്റെ അരികിൽ കടന്നു വന്നിട്ട് പിശാച് അവന്റെ തന്ത്രങ്ങളിട്ട തന്ത്രത്തിനകത്ത് ഹവ്വ വശീകരിക്കപ്പെട്ടു പോയി. സ്തോത്രം. ഇങ്ങനെ ആ തിരുവെടുത്ത് പറയുന്നത്, ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്നും അവൾ കണ്ടു. സ്തോത്രം. അതിന്റെ അർത്ഥം അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ 1-ാമത്തെ ലേഖനം 2-ാം 16-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് പോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ലോകത്തിലുള്ളവ ലോകത്തിൽ നിന്നും കടന്നു വരുന്നതായ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെയും ലോകത്തിലുള്ളതാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഒന്നാമത്തെ മനുഷ്യർ, ഒന്നാമത്തെ ആദാം ഹവ്വ ദമ്പതികൾ പിശാചിന്റെ തന്ത്രങ്ങൾക്കകത്ത് വശീകരിക്കപ്പെട്ട് പരാജയപ്പെട്ട് ദൈവമഹത്വം നഷ്ടപ്പെട്ടവരായി ഒതുക്കപ്പെട്ടു പോയെങ്കിൽ ഇതാ സ്തോത്രം ഒടുക്കലത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഹവ്വ വന്നതുപോലെയല്ല, ആദാം നിന്നതുപോലെയല്ല. സ്വന്തം പരിശുദ്ധയാത്മാവിനെ നിറയപ്പെടുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ ആദാം മണ്ണിൽ നിന്നും വെളിപ്പെട്ടു വന്നവനാണെങ്കിൽ ഇതാ ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം അയച്ച ഒടുക്കലത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മണ്ണിൽ നിന്ന് വന്നവനല്ല, അവിടുന്ന് വിണ്ണിൽ നിന്ന് വന്നവനാണ്. അവിടുന്ന് ജഡത്തിന്റെ രക്തത്തിന്റെ ഇഷ്ടപ്രകാരം ജനിക്കപ്പെട്ടവനല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജനിക്കപ്പെട്ടവനാണ്. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം സ്തോത്രം വിണ്ണിൽ നിന്ന് വന്ന ദൈവത്തിന്റെ പ്രിയപുത്രനായ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ഇതാ പരിശുദ്ധയാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. ഇതാ ദിവസങ്ങൾ കഴിയുമ്പോൾ പിശാച് യേശുവിന്റെ അരികിൽ കടന്നു വന്നിട്ട് സ്തോത്രം തന്ത്രങ്ങൾ ഇടുവാൻ തുടങ്ങി. കേൾക്കണം സഹോദരങ്ങളെ, സ്തോത്രം. ആദ്യമായി പിശാച്, ഒന്നാമതായി സ്തോത്രം, ലൂസിഫർ യേശുവിനോട് പറയുകയാണ്, നിനക്ക് വിശക്കുന്നില്ലയോ? ഈ കല്ലുകളെ നീ അപ്പമായി ഭക്ഷിക്കുക. സ്തോത്രം. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഉദ്ധരിച്ച ശേഷം ഇതാ മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം പിശാച് യേശുവിനെ അല്പം മേപ്പോട്ട് കൊണ്ടുപോയിട്ട് ഈ ലോകത്തിലെ സകല അധികാരങ്ങളും യേശുവിനെ കാണിക്കുകയാണ്. ലോകത്തിലെ സകല രാജ്യങ്ങളും യേശുവിനെ കാണിക്കുകയാണ്. കാണിച്ചിട്ട് പറയുകയാണ്, സ്തോത്രം, ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് നൽകി തരാം. ഞാൻ ഇഷ്ടമുള്ളവൻ അത് കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനെ ഉദ്ധരിച്ച് അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിലായി സ്തോത്രം യേശുവിനെ യെരൂശലേം ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിശാച് പറയുകയാണ്, ഇവിടുന്ന് താഴേക്ക് ചാടുക, ദൈവപുത്രന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുമെന്നാണല്ലോ പ്രമാണം. പിശാച് വചനം ഉദ്ധരിക്കുകയാണ്, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു. ഈ വിധത്തിലുള്ള വചനങ്ങൾ ഉദ്ധരിക്കുമ്പോഴും യേശു ദൈവത്തിന്റെ വചനം ഉദ്ധരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നെഴുതിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് പറഞ്ഞ് യേശു പുറത്തു വരുമ്പോൾ സ്വന്തം തിരുവെഴുത്ത് പറയുന്നു, യേശുവിനെ വിട്ട് പിശാച് കുറെ കാലം മാറി നിൽക്കുകയാണ്. ഹലോ സ്വന്തം ഏദനിൽ സ്വന്തം ഇതേ തന്ത്രങ്ങൾ സ്തോത്രം ഒരു വൃക്ഷത്തിന്റെ ഫലം വച്ച് ഇതേ തന്ത്രങ്ങൾ പിശാച് ഉദ്ധരിച്ചപ്പോൾ മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ പരാജയപ്പെട്ടു. ഇതാ സ്തോത്രം അതുപോലെ സ്തോത്രം പിശാച് യേശുവിന്റെ മുമ്പിൽ തന്ത്രങ്ങൾ ഇടുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തിന്റെ ജനനങ്ങൾ നടക്കാതിരിപ്പാൻ പിശാച് അവന്റെ തന്ത്രങ്ങൾ വിതയ്ക്കുമ്പോൾ യേശു പരിശുദ്ധയാത്മാവിൽ നിറഞ്ഞവനായ കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞ് സത്താന്റെ തന്ത്രങ്ങളുടെ മുന ഒടിക്കുവാനിടയെ തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങൾക്കകത്ത് വീഴുവാനല്ല നമ്മെ ദൈവം വിളിച്ചത്. കാരണം തിരുവെഴുത്ത് പറയുന്നു, നാം പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകരുത്, അവനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കുഞ്ഞേ, ഈ ദിവസങ്ങൾ നീ അനുഭവിക്കുന്ന മരുഭൂമി യാത്രയ്ക്കകത്ത് നീ അനുഭവിക്കുന്ന മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്ത് ഒട്ടനവധി ശബ്ദങ്ങൾ നിനക്ക് അനുകൂലമായി വെളിപ്പെട്ട് വന്നെന്ന് വരാം. ഒട്ടനവധി ശബ്ദങ്ങൾ ദൈവത്തിങ്കിൽ നിന്നെ അകറ്റുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ വാട്ടിക്കളയുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ
സാധ്യത കോട്ടിക്കളയുന്ന ഒട്ടനവധി ശബ്ദങ്ങൾ നിനക്ക് അനുകൂലമായി വന്നെന്ന് വരാം. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ് താങ്കളെങ്കിൽ പിശാചിന്റെ ശബ്ദങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും പറ്റുകയില്ല. കാരണം പിശാചിന്റെ തന്ത്രങ്ങളോട്, പിശാചിന്റെ ശബ്ദത്തോട് ചേർന്ന് പ്രവർത്തിപ്പാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാനാണ്, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് സ്തോത്രം അവനോട് എതിർത്ത് നിൽപ്പാനാണ്. ഇന്ന് പ്രഭാതത്തിൽ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് എനിക്കും നിങ്ങൾക്കും എതിർത്ത് നിൽപ്പാൻ കഴിയണമെങ്കിൽ കേൾക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ് താങ്കളെങ്കിൽ, അതിന്റെ നടുവിലാണ് നിങ്ങൾ ഒരു മരുഭൂമി അനുഭവിക്കുന്നതെങ്കിൽ, ഇതാ കേൾക്കണം, യേശു സ്തോത്രം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുക മാത്രമല്ല, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ പിശാചിന്റെ സ്തോത്രം പിശാചിരിക്ക പരീക്ഷകളെ തകർത്ത് പുറത്തു വരുന്ന കർത്താവിനെ കുറിച്ച് തിരുവെടുത്ത് എന്താ പറയുന്നറിയാവോ? അവൻ ആത്മശക്തിയോടെ ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, യേശു ആത്മശക്തിയോടെ പുറപ്പെടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം നിന്റെ പുറപ്പാടുകളെ തടയുന്ന, നിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന, നിന്റെ ചില ചലനങ്ങളെ തടയുന്ന, ആത്മീകവും ഭൗതികവുമായ വാതിലുകളെ തടയുന്ന എല്ലാ തന്ത്രങ്ങളെയും പൊളിക്കുന്ന ക്രമത്തിൽ ഒരാത്മഫലം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. നീ വാടിപ്പോകത്തില്ല ബ്രദർ. നീ അഭിമുഖീകരിക്കുന്ന മരുഭൂമിക്കകത്ത് വെച്ച് നീ തളർന്നു പോകുകയില്ല. നിന്നെ നനയ്ക്കുന്ന ഒരു നദി ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് അനുകൂലമായി പുറപ്പെടുകയാണ്. നിന്നെ വാട്ടിക്കളയുന്ന നദിയല്ല. സ്തോത്രം. വെള്ളം കിട്ടാതെ വറ്റിപ്പോകുന്ന ക്രമത്തിൽ നീ ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ ഒതുക്കുന്ന നദിയല്ല, നിന്നെ നനയ്ക്കുന്ന, നിന്നെ പച്ച പിടിപ്പിക്കുന്ന ഒരു നദി ദൈവം പുറപ്പെടുവിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നദിയാണ്. സ്തോത്രം. അത് നിനക്ക് ജീവൻ നൽകി തരാൻ പോകുകയാണ്. നിന്റെ കഴിഞ്ഞകാല മഹത്വത്തിലേക്ക് നിന്നെ ആ നദി മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. തീർന്നില്ല, ആ നദി സാത്താന്യ അവകാശങ്ങളെ പൊളിക്കാൻ പോകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ പ്രോപ്പർട്ടിക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ പ്രോപ്പർട്ടിയെ അവകാശം പറയുന്ന സകല ദുർവ്യാപാരങ്ങളെയും സ്വർഗം ക്യാൻസൽ ചെയ്യുന്ന പ്രഭാതമാണ്. അതിനകത്തുനിന്നും നീ നന്മ അനുഭവിക്കത്തക്ക ക്രമത്തിൽ ഒരു മുന്നേറ്റം ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ സത്താന്റെ തന്ത്രങ്ങളെ കർത്താവ് തകർക്കുകയാണ്. നീ പുറത്തു വരികയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവുമായി സഹകരിക്കേണ്ടത് ആവശ്യം. സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് നിമിഷവും ആത്മാവുമായി സഞ്ചരിക്കുന്ന, ഏത് നിമിഷവും പരിശുദ്ധാത്മാവുമായി വിടാത്ത ബന്ധം പുലർത്തുന്ന, ആത്മാവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മന്ദിരമായിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബ്രദർ, ഈ ദിവസങ്ങളിൽ നീ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ലേബലിലല്ല. സ്തോത്രം. ജെന്യൂനായി പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന, ആത്മാവുമായി ബന്ധം പുലർത്തുന്ന, ആത്മാവുമായി ഇടപെടാത്ത ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന, നിന്റെ ഏത് ചലനത്തെയും നിയന്ത്രിക്കുന്ന നീയല്ല, പരിശുദ്ധാത്മാവായി തീരട്ടെ. ആത്മാവിനാൽ നീ നടത്തപ്പെടുന്നുവെങ്കിൽ മരുഭൂമിയിൽ തളർന്നു പോകുകയില്ല. ആത്മാവിനാൽ നീ നടത്തപ്പെടുന്നുവെങ്കിൽ മരുഭൂമിയിൽ ചലനങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. മരുഭൂമി നിന്റെ തുടക്കമായി തീരാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ അഭിമുഖീകരിക്കുന്ന മരുഭൂമി നിന്റെ ചില ചലനങ്ങൾക്ക് തുടക്കമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നീ അനുഭവിക്കുന്ന ഏകാന്തത നിന്റെ വളർച്ചയ്ക്കുടെ തുടക്കമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മരുഭൂമിയുടെ നടുവിൽ ഒരു സ്വർഗീയ ഇടപെടൽ സംഭവിക്കാൻ പോകുകയാണ്. ദൈവം ഒരു അടയാളത്തെ വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. യേശു ആത്മശക്തിയോടുകൂടി പുറപ്പെടുകയാണ്. 6-ാമതായി തിരുവെടുത്ത് പറയുന്നു, യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശം മുഴുവനും പടർന്നു പിടിക്കാനിടയായി തീർന്നു. അതെ, ഈ ദിവസങ്ങളിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നീ ആത്മാവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നീ പരിശുദ്ധാത്മാവുമായി നിറയപ്പെട്ടവളായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ പേരിനെ സ്വർഗം വലുതാക്കാൻ പോകുകയാണ്. നിന്നെ കുറിച്ചുള്ള ശ്രുതി പടരുവാൻ പോകുകയാണ്. കാരണം മഹത്വം നിന്റേതല്ല, മഹത്വം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതാണ്. സ്തോത്രം. നീ എന്നുള്ള വ്യക്തിയല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ് വിലപ്പെട്ടത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ യാതൊരു വിലയുമില്ലാതെ, യാതൊരു നിലയുമില്ലാതെ നീ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടന്ന വ്യക്തിയാണ്. തകർച്ചയുടെ പാതയിൽ നടന്ന വ്യക്തിയാണ്.
നിന്നെ വളർച്ചയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നിന്നെ വിട്ടുപോയ നിസീറയാണ് ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നമ്മെ വിട്ടുപോയാൽ എന്തും സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരാം, എന്തും പറയാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ നീ ബിഗ് സീറോയായി തീരുവാനിടയായി തീരും. കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല ബ്രദർ. ആമേൻ, സ്തോത്രം. പരിശുദ്ധയാത്മാവ് ജെന്യൂനായി നിന്റെ മേൽ വസിക്കണം. ആത്മാവ് ജെന്യൂനായി ഒറിജിനലായി നിന്റെ കൂടെ ചലിക്കണം. ചലിക്കുന്നുവെങ്കിൽ നീ പരാജയം കാണുകയില്ല. പ്രതിസന്ധി വരത്തില്ലെന്നല്ല, പ്രതിസന്ധി വരും. കാരണം ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. സകലതും നിർണയപ്രകാരം വിളിച്ച നിനക്ക് ദൈവം സകലതും നന്മയ്ക്കായി മാറ്റുവാനിടയായി തീരും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, നിനക്ക് സ്തോത്രം നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. പക്ഷെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവകരം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. കാരാഗൃഹത്തെ തകർക്കുന്ന ദൈവകരം, സ്തോത്രം. ആമേൻ, തീച്ചുളയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവകരം. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നെ താങ്ങുവാൻ, നീ തളർന്നു പോകാതെ നിന്നെ താങ്ങുവാൻ, നിന്നെ ഉയർത്തുവാൻ ആ കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. കാരണം സ്തോത്രം, വിണ്ണിൽ നിന്ന് വന്ന ഒടുക്കലെത്തി ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവിനെ നിറഞ്ഞവനാണ്. അവൻ യോർദാൻ വിട്ട് മടങ്ങിയവനാണ്. അതെ, അവൻ മരുഭൂമിയെ ജയിച്ചവനാണ്. മരുഭൂമിയിൽ വെളിപ്പെട്ട സാത്താന്റെ തന്ത്രങ്ങളെ തകർത്ത് അവൻ ആത്മശക്തിയോടെ പുറപ്പെട്ടവനാണ്. ഇന്ന് പ്രഭാതത്തിലും തളർന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആമേൻ, നിന്നെ തളർത്തിയ യോർദാന്റെ മണ്ഡലങ്ങളെ സ്വർഗം പൊളിച്ചു മാറ്റി നിന്നെ തകർത്ത, നീ തകരുമെന്ന് ചിന്തിക്കുന്ന നീ ആയിരിക്കുന്ന മരുഭൂമിയുടെ മണ്ഡലത്തിൽ നിന്നെ നനച്ച് നിനക്ക് വേണ്ടി ഒരു നദി പുറപ്പെടുവിച്ച് അതിന്റെ നടുവിൽ ബലം പകർന്ന് നിന്നെ പുറപ്പെടുത്ത് ഒരു വലിയ ആത്മശക്തിയോടുകൂടിയുള്ള ഒരു വലിയ പുറപ്പാടിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു ബ്രദർ. ഈ പ്രഭാതത്തിൽ നീ തളരുകയല്ല, തളർന്നെടുത്തുനിന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. അത് നിന്റെ ബലമല്ല, മനുഷ്യന്റെ ബലമല്ല, നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. നിന്റെ മേൽ പകരുന്ന പരിശുദ്ധയാത്മാവിന്റെ അഭിഷേകമാണ്. അഭിഷേകമാണ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. അഭിഷേകമാണ് നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധയാത്മാവാണ് പ്രതിസന്ധികളെ കീറി മുറിച്ച് അതിന്റെ നടുവിലൂടെ നിന്നെ നടത്തുമാറാക്കുന്നത്. സ്തോത്രം. ഒരു കൂട്ടം യോർദാനെ കണ്ട് പരാജയപ്പെട്ടു പോയെങ്കിൽ, തളർന്നു പോയെങ്കിൽ, അഭിഷേകമുള്ള നിന്നെ ദൈവം ജയിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ചെങ്കടൽ തകർക്കുകയല്ല, ചെങ്കടൽ സമാനമായ വിഷയത്തിന് മീതെ കൂടി നീ നടക്കാൻ പോകുകയാണ്. അതെ, പ്രതിസന്ധികളെ നീ ഓവർകം ചെയ്യാൻ പോകുകയാണ് ബ്രദർ, സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ നീ പ്രതിസന്ധികളെ ചാടിക്കടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിനാൽ, ദൈവകൃപയാൽ ഈ ദിവസങ്ങൾ പ്രതിസന്ധികളെ ചാടിക്കടന്ന്, അതെ, യോർദാന്യ മണ്ഡലങ്ങളെ ജയിച്ച്, മരുഭൂമിയെ ജയിച്ച്, അതിന്റെ നടുവിലുള്ള സാത്താന്റെ തന്ത്രങ്ങളെ, സാത്താനൊരുക്കുന്ന പരിശോധന മണ്ഡലങ്ങളെ, പരീക്ഷാ മണ്ഡലങ്ങളെ പൊളിച്ച് ദൈവവചനത്തിന്റെ ശക്തിയോടെ ആത്മശക്തിയിൽ നീ പുറത്തു വരാൻ പോകുകയാണ്. നിന്നെ കുറിച്ചുള്ള ശ്രുതി ദേശത്ത് പടരാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ അപവാദം പറഞ്ഞുവെങ്കിൽ അപവാദം പറഞ്ഞ നാവ് കൊണ്ട് തന്നെ സ്തോത്രം, നിന്നെ കുറിച്ചുള്ള നല്ല വർത്തമാനം പറയത്തക്ക ക്രമത്തിൽ, നീ അവരുടെ നടുവിൽ ശ്രേഷ്ഠനായി തീരത്തക്ക ക്രമത്തിൽ പരിശുദ്ധയാത്മാവ് നിന്നെ ശ്രേഷ്ഠ പദവിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വാടിക്കുഴഞ്ഞു കിടക്കുന്ന, ആത്മീക ജീവിതത്തിൽ തളർന്നു കിടക്കുന്ന ചിലതിനെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ തട്ടി ഉണർത്തുകയാണ്. കുഞ്ഞെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സിസ്റ്റർ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ബ്രദർ, ദൈവം നിന്നെ സ്നേഹിച്ച് താങ്ങുവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഇതാ കടന്നു വരികയാണ്. യോശുവയോട് ദൈവം അങ്ങനെയാ പറഞ്ഞേ, ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത ഒരു വഴിയായിരിക്കും അത്. ഈ പ്രഭാതത്തിൽ എല്ലാ വഴിയും അടഞ്ഞുവെങ്കിൽ, യോർദാന്റെ കുത്തൊഴുക്കിനകത്തെല്ലാം തകർന്നു പോയി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്ത് സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അതെ, സാത്താൻ ഒരുക്കിയ പരീക്ഷകൾക്കകത്ത് തകർന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഒരു പുറപ്പാടുണ്ട് നിശ്ചയം, ഒരു എഴുന്നേൽപ്പുണ്ട് നിശ്ചയം. നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു കരം, അതെ, പരിശുദ്ധയാത്മാവിന്റെ കരം, യേശുവിനെ വഴി നടത്തിയ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ വഴി നടത്തുവാൻ, പരാജയത്തിൽ നിന്നും ജയത്തിലേക്ക് ഉയർത്തുവാൻ, തകർച്ചയിൽ നിന്നും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധയാത്മാവിനാൽ കഴിയാത്ത ഒന്നുമില്ല, അഭിഷേകത്താൽ കഴിയാത്ത ഒന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ചില നുകങ്ങൾ നിങ്ങളുടെ
കുടുംബം വിട്ടുമാറാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം ആമേൻ ഒഴുകി വന്ന യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് ഇരയായത് നിമിത്തം ഒരുപക്ഷെ കടഭാരത്തിൽ മുങ്ങിയിട്ടുണ്ടാകാം, ഒരുപക്ഷെ രോഗത്താൽ വലയുന്നുണ്ടാകാം, ഒരുപക്ഷെ ആമേ മാനസിക ആമേ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടാകാം. സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആന്തരിക സൗഖ്യത്തെ കൽപ്പിക്കുന്ന പ്രഭാതമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന പ്രഭാതമാണ്. നിങ്ങളെ സന്തോഷത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന പ്രഭാതമാണ്. നിങ്ങളുടെ കുടുംബം ആനന്ദത്തിലേക്ക് പുറത്തു വരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തെ നഷ്ടമല്ല, നഷ്ടപ്പെട്ടു പോയെടുത്ത് ലാഭം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം, യേശു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ഹലോ ആമേൻ. യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ വെളിപ്പെട്ട പരീക്ഷകളെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ജയിച്ചു പുറത്തു വന്നു. ആമേൻ. ഒരു മരുഭൂമി കർത്താവിനെ ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതാക്കി തീർത്തു. അവൻ ആത്മശക്തിയോടുകൂടി ഗലിയിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പെട്ട് അവനെ കുറിച്ചുള്ള ശ്രുതി ദേശം മുഴുവനും പടർന്നു പിടിച്ചു. അവൻ പതുപോലെ പള്ളിയിൽ പോയിരുന്ന് തന്നെ കുറിച്ചുള്ള ആമേ പ്രവചന പുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ച് പുറത്തു വരികയാണ്. ഈ ദിവസങ്ങളിൽ നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം, അണഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങളെ നീ തിരിച്ചറിയത്തക്ക ക്രമത്തിൽ മരുഭൂമിയിൽ നിന്റെ മരുഭൂമി ദൈവശക്തി പകരാൻ പോകുകയാണ്. നീ അനുഭവിക്കുന്ന യോർദാനുകളെ ദൈവം പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. അതേ പരീക്ഷയിൽ നീ ജയിക്കാൻ പോകുകയാണ്. നീ ജയാളിയായി പുറത്തു വരാൻ പോകുകയാണ്. കാരണം നീയല്ല, ഞാനല്ല, മനുഷ്യനല്ല, മാതാപിതാക്കളല്ല, ബന്ധുക്കളല്ല, പ്രത്യുത ദൈവത്തിന്റെ കൃപയാൽ ദൈവം പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് പ്രഭാതത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചേ. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ച്. ബ്രദർ, നീ പുറത്തു വരാൻ പോകുന്നു. സിസ്റ്റർ, നീ പുറത്തു വരാൻ പോകുന്നു. ആമേൻ. യോർദാന്റെ കുത്തൊഴുക്കിനകത്ത് അകപ്പെട്ട് അമ്മേ കടഭാരത്തിൽ മുങ്ങിക്കിടക്കുന്നുവോ? ആമേ ബിസിനസ്സുകൾ തകർന്നു പോയോ? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നാമേ ഉടഞ്ഞു പോയോ? അതോ നീ രോഗിയാക്കി മാറ്റപ്പെട്ടുവോ? ഇന്ന് പ്രഭാതത്തിൽ നിന്റെ രോഗത്തെ മാറ്റുന്ന ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. കാരണം ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ താങ്ങുന്നു. ആമേ താങ്ങുന്ന ദൈവത്തിന്റെ കരം നീ തളരാതിരിപ്പാൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേ നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആ ദൈവത്തിന് നിന്നെ പുറപ്പെടുവിക്കാൻ പദ്ധതിയുണ്ട്. ആമേ നീ ഉടഞ്ഞ അവസ്ഥയിൽ നിന്നും പണിത് ആത്മശക്തിയോടുകൂടി നിന്റെ ശ്രുതി പടരത്തക്ക തലങ്ങളിൽ നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ കുറിച്ചുള്ള നല്ല ശ്രുതി പടരത്തക്ക നിലകളിൽ ഒരു ആത്മബലം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആമേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം ശരീരങ്ങൾ സ്വതന്ത്രമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങളെ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങൾ ചില ശരീരങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില അവയവങ്ങൾ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. ചില തലമുറകളുടെ മാനസിക മണ്ഡലങ്ങളെ കർത്താവ് നോർമലാക്കുകയാണ്. എല്ലാ ടെൻഷനുകളെയും സ്വർഗം ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് ആന്തരിക ചില വ്യക്തികളുടെ മാനസിക മണ്ഡലങ്ങളുടെ സൗഖ്യങ്ങൾ വ്യാപരിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങളെ സ്വർഗം എടുത്തു മാറ്റുകയാണ്. ഹൃദയത്തിന്റെ തകർച്ചകൾ മാറിപ്പോകുകയാണ്. ഇതാ നിന്റെ അകത്തേക്ക് ദൈവ സ്നേഹം ഇറങ്ങി വരികയാണ്. എല്ലാ വെയിനുകളും യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകുകയാണ്. വെയിൻ സംബന്ധമായ പ്രശ്നങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും അപ്രത്യക്ഷമാകട്ടെ. എല്ലാ മുഴകളും യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ ക്യാൻസറുകളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ സൗഖ്യത്തെ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. അവിടെ മാനസിക മണ്ഡലങ്ങൾ വ്യാപരിക്കട്ടെ. പല മുറകളിലേക്ക് വ്യാപരിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ തന്നെ സംഭവിക്കട്ടെ. വിശ്വസിക്കുക, സ്വീകരിക്കുക. ചില ശരീരങ്ങൾ സ്വന്തമാക്കപ്പെടുകയാണ്. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവർത്തികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റക്കാക്കപ്പെട്ടു പോയി അന്തരീക്ഷങ്ങൾ മാറി ആമേൻ തിരിച്ച് പുതിയൊരു ആരംഭത്തെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. പുതിയ ആരംഭങ്ങളെ ദൈവം കൽപ്പിക്കുകയാണ്. ബ്രദർ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ പിശാചൊരുക്കിയ പരീക്ഷകളെ ആത്മശക്തിയിൽ പരാജയപ്പെടുത്തി ആത്മശക്തിയോടുകൂടി പുറത്തു വന്നു. അതെ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. നിങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, യോർദാന്റെ കുത്തൊഴുക്കിൽ നിന്നും, മരുഭൂമിയുടെ അവസ്ഥകൾക്കകത്തു നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുക, പ്രാപിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി ജനത്തിന്റെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവരെ ബ്ലസ് ചെയ്തതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. കൃപ കൂടെ ഇരിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ,
ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ മണിക്കൂറുകൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സകലവിധ യോർദാനിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ പോകുകയാണ്. കാരണം പരിശുദ്ധയാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുകയാണ്. അതെ, മരുഭൂമിയുടെ വാടിയ അവസ്ഥക്കകത്തു നിന്നും ദൈവം ബലം പകർന്ന് ഇരട്ടി ബലത്തോടുകൂടി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. സാത്താന്റെ പരീക്ഷകളിൽ നിന്നും ആത്മാവ് നിങ്ങളെ ജയാളികളാക്കി ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുക. ആ രോഗം അവിടെയില്ല, ശാപം അവിടെയില്ല, സകലതും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയിരിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഒരു വലിയ പുറപ്പാടിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി. അതെ, ഈ ഉണർവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാഗവത്താകാൻ, ആമേൻ, ഉണർവിന്റെ ഈ സീസണിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് ബ്രദർ, നിങ്ങൾക്കും ഒരു പങ്കുണ്ട് സിസ്റ്റർ. യേശുവിൻ നാമത്തിൽ പുറത്തു വരിക. കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്.